മാങ്ങയാണ് ഈ കുനുകുന അരിഞ്ഞു വെച്ചേക്കണത്. നമുക്ക് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. നമുക്ക് പോയിട്ട് കാന്താരി മുളക് പറിച്ചിട്ട് വരാം. പച്ചടിയിലേക്ക് കാന്താരി മുളക് തന്നെ ഒതുക്കി ചേർത്ത് കൊടുക്കണം. കാന്താരിയൊക്കെ പഴുത്തു പോയി. അപ്പം നമുക്ക് വേറൊരു കാന്താരി ചീനിയിൽ പോയി നോക്കാം പച്ച മുളക് കിട്ടുമെന്ന്. ഇത് കണ്ടോ, വേറൊരു സൈസ് കാന്താരി. ഇത് നമുക്ക് വേണ്ട. കാന്താരി മുളകൊന്നും പറിക്കാതെ പഴുത്ത് പൊഴിഞ്ഞ് നമ്മുടെ ചീനി തന്നെ നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പച്ചമുളക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പച്ചടിയിലേക്ക് കുറച്ച് തേങ്ങയും ഇഞ്ചിയും കാന്താരിമുളകും പച്ചക്കടുകുമാണ് എടുത്തിട്ടുള്ളത് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട്. തേങ്ങ വെള്ളം തൊടാതെ അരച്ചെടുത്തിട്ടുണ്ട്. കടുക് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി. കാന്താരി ഒന്ന് ഒതുക്കിയെടുത്തു, ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മാങ്ങയിലേക്ക് നമ്മുടെ തേങ്ങയും അരപ്പൊക്കെ കൂടി ചേർത്ത് കൊടുക്കാം. മാങ്ങയിൽ നമ്മൾ കുറച്ച് ഉപ്പും 2 പച്ചമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. നമ്മുടെ തേങ്ങ കലക്കി എടുക്കാനുള്ള വെള്ളം കൂടെ കണക്കാക്കി നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട. നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ലൊരു അടിപൊളി വറവും കൂടി ചേർത്ത് കൊടുക്കണം. ഉലുവയും കടുകും ചെറിയുള്ളി വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ കൂടെ നന്നായി മൂപ്പിച്ച് നമ്മുടെ പച്ചടിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിവിടെ അടച്ച് വെക്കാം. ഇത് പച്ചടി തുറന്ന് ഇളക്കി നമ്മൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതൊന്ന് ഇളക്കിയിട്ട് കാണിച്ചില്ലല്ലോ എന്ന് ഓർത്തത്. നല്ല അടിപൊളി പച്ചടിയാണ്.